നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ട്സ് കൺട്രോളർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സീരീസ് കോമ്പൻസേറ്ററിൽ നമ്മൾ നേരത്തെ പോലെ പറഞ്ഞ പോലെ ഒരു 4 വെറൈറ്റി, ഷണ്ട് കോമ്പൻസേറ്ററിലും നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ സീരീസിലും സീരീസ് ഷണ്ട് ഉള്ള വെറൈറ്റീസ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ തൈരിസ്റ്റർ കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഈ തൈരിസ്റ്റർ കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ എന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് തൈരിസ്റ്റർ എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ തരണം. തൈരിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഒരു ഡയോഡ്. ഓക്കെ, അതായത് ഈ ട്രയാങ്കിൾ കാണിക്കുന്ന പോലെ നമുക്ക് ആനോഡും ഈ ഒരു വര കാണിക്കുന്ന കാത്തോഡും. അപ്പോൾ ഇതിന് നമുക്ക് ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണെന്ന് പറയാം. ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ടേൺ ഓൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് 0.3 വോൾട്ടോ അല്ലെങ്കിൽ 0.7 വോൾട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിവൈസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഇപ്പോൾ അറിയാം, ഇറ്റ് കെൻ ബി ആൻ അൺകൺട്രോൾഡ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അൺകൺട്രോൾഡ് ഡിവൈസ്, അതായത് നമുക്ക് എപ്പോൾ ഓൺ ചെയ്യണം എപ്പോൾ ഓഫ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊരു ഡിവൈസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയോഡിനെ അൺകൺട്രോൾഡ് എന്നും പറയുന്നു. പക്ഷേ നമ്മൾ ഇതിൽ ഒരു മൂന്നാമത്തെ ടെർമിനൽ, അതായത് ഗേറ്റ് എന്നൊരു ടെർമിനൽ കൊടുത്തുകൊണ്ട് ഈ ഡിവൈസിനെ എപ്പോൾ ഓൺ ആക്കണം അല്ലെങ്കിൽ എപ്പോൾ ഓഫ് ആക്കണം എന്ന് നമുക്ക് ഈ ഒരു ഗേറ്റ് ടെർമിനലിൽ പോകുന്ന കറണ്ട് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ തൈരിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസും കൂടിയാണ് തൈരിസ്റ്റർ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് സൈനസോയ്ഡൽ വേവ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഈ സൈനസോയ്ഡൽ വേവ് ഫോമിൽ ഇതിപ്പോൾ 180 ഡിഗ്രി 180 ഡിഗ്രിയാണ്. ഇതിപ്പോൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ വേവ് ഫോമിൽ ഏത് ആംഗിളിന് ശേഷം കൺട്രോൾ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഏത് ആംഗിൾ തൊട്ട് SCR കൺട്രോൾ ഫയറിംഗ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്താൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 60 ഡിഗ്രിയാണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ കൊടുക്കണത് എന്ന് വിചാരിക്കുക. ഈ വേവ് ഫോമിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗം ഒഴിച്ചിട്ട് ബാക്കി ആ വേവ് ഫോം വരുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമുക്ക് വോൾട്ടേജിനെ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ഓൺ അല്ലെങ്കിൽ ഓഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ തൈരിസ്റ്റർ എന്നുള്ള ഡിവൈസ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഫാക്സ് ഡിവൈസസിൽ നമുക്ക് മോസ്റ്റ്ലി എല്ലാം തൈരിസ്റ്റർ കൺട്രോൾഡ് സ്വിച്ചുകളായിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് തൈരിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ. അപ്പോൾ ഈ പറയുന്ന നമുക്കിത് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ പേരുകൾ വെച്ച് തന്നെയാണ് അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തൈരിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ പറയുന്നുണ്ട് തൈരിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിലെ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്ന ആരാണെന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിനാണ്. ഈ കപ്പാസിറ്ററിലേക്ക് പോകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഈ കപ്പാസിറ്ററിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 SCR ആൻറ്റി പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ ഇൻഡക്ടർ. അപ്പോൾ നമുക്ക് ഈ ഒരു TCSCയുടെ കോൺഫിഗറേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാരലലി കണക്റ്റഡ് സീരീസ് കപ്പാസിറ്റർ എന്ന് പറയാം. അതായത് ഒരു കോമ്പിനേഷനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സീരീസ് ആയിട്ട് നമ്മളൊരു കപ്പാസിറ്ററും അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി പാരലലി 2 SCRഉം ആ 2 ആൻറ്റി പാരലലി കണക്ട് ചെയ്ത SCRൻ്റെ സീരീസ് ആയിട്ടുള്ള ഒരു ഇൻഡക്ടറും, ഈ ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തൈരിസ്റ്റർ കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ കപ്പാസിറ്റി എക്സിയുടെ വാല്യൂനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ 2 SCR ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ SCR എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് പാരലലിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിലൂടെ 10 ആംപിയർ പോവുകയാണെന്ന് വിചാരിക്കുക. ഇതിലൂടെ 2 ആംപിയർ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇതിലൂടെ 8 ആംപിയർ പോകുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ തൈരിസ്റ്റർ അല്ലെങ്കിൽ SCRൻ്റെ ഇമ്പിഡൻസ് വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടക്ടിങ് വാല്യൂ മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ ചേഞ്ചസ് 7 to 3 ഓക്കെ ഓർ 9 to 1 ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേരി ചെയ്തിട്ട് നമുക്കൊരു കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വാല്യൂവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് TCSC. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് ഈ കപ്പാസിറ്ററാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലെ വാല്യൂസ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററിനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഈ കപ്പാസിറ്ററിലേക്ക് പോകുന്ന വാല്യൂസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏതിന് മുഖാന്തരമാണ്? ബൈ യൂസിങ് ദ ചേഞ്ചിങ് ദി വാല്യൂസ് ഓഫ് SCR.
അപ്പോൾ എസ് സി ആറിൻ്റെ വാല്യൂസ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ എസ് സിയിലേക്ക് പോകുന്ന ഫയറിംഗ് ആംഗിൾ എന്നുള്ള വാക്ക് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എസ് സി ആറിന് നമ്മൾ എപ്പോൾ ട്രിഗർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്നു എന്നുള്ളത് മാത്രം നമ്മൾ പറയുന്നതാണ്. ഇതാണ് ടി സി എസ് സി. ഇനി ഇത് നമ്മൾ പറയുന്നത് ടി സി എസ് ആർ. ഓക്കെ, ഡയഗ്രാമിലും ചെറിയൊരു ചേഞ്ച് മാത്രമേ. നേരത്തെ ഇവിടെ കപ്പാസിറ്റർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതിന് പകരം ഇൻഡക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വർക്കിംഗ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, റിയാക്ടർ സ്റ്റോപ്പ് കണ്ടക്ടിങ് വെൻ ദി ഫയറിംഗ് ആംഗിൾ റീച്ച്ഡ് 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഒരു വേവ് ഫോം പറഞ്ഞല്ലോ. അപ്പോൾ ഈ വേവ് ഫോമിൽ ഇങ്ങനെയാണ് അതിൻ്റെ വേവ് ഫോം എന്നുണ്ടെങ്കിൽ ഇത് 360 ഡിഗ്രിയാണ്, ഇത് 180 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് റിയാക്ടർ സ്റ്റോപ്പ് കണ്ടക്ടിങ് വെൻ ദി ഫയറിംഗ് ആംഗിൾ ഈസ് 180 ഡിഗ്രി ആൻഡ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ് വെൻ ദി ഫയറിംഗ് ആംഗിൾ ബിലോ 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി ഫയറിംഗ് ആംഗിൾ വരെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് പറ്റുന്ന ഒരു ഡിവൈസാണ് എന്ന് പറയുന്നത് ടി സി എസ് ആർ എന്ന് പറയുന്നത്, തൈരിസ്റ്റിക് കൺട്രോൾ സീരീസ് റിയാക്ടർ. റിയാക്ടർ എന്ന് പറയുന്നത് ഇൻഡക്ടറിനെയാണ് നമ്മൾ റിയാക്ടർ എന്ന് പറയുന്നത്. റിയാക്ടർ REACTOR, റിയാക്ടർ എന്ന് നമുക്ക് പറയുന്നത് ഇൻഡക്റ്റീവ്. ഓക്കെ, അപ്പോൾ നേരത്തെ കപ്പാസിറ്റർ ഉപയോഗിച്ചു, ഇവിടെ നമ്മൾ ഇൻഡക്ടർ ഉപയോഗിച്ചു. വീണ്ടും 180 ഡിഗ്രി താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനെയാണ് തൈരിസ്റ്റിക് കൺട്രോൾ സീരീസ് റിയാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് തൈരിസ്റ്റർ സ്വിച്ച്ഡ് സീരീസ് കപ്പാസിറ്റർ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് എസ് സി ആറിലേക്ക് പോകുന്ന ഫയറിംഗ് ആംഗിൾ നമുക്ക് വേരി ചെയ്തിട്ട് 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയോ, അല്ലെങ്കിൽ 0 മുതൽ 90 ഡിഗ്രി വരെയോ, അല്ലെങ്കിൽ 0 മുതൽ 60 ഡിഗ്രി വരെയോ, അല്ലെങ്കിൽ 0 to 30 ഡിഗ്രിയോ 45 ഡിഗ്രിയൊക്കെ നമുക്ക് ഓരോ ഡിഗ്രി വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും അല്ലാതെ നമുക്ക് ഒരു തൈരിസ്റ്റർ സ്വിച്ച്ഡ് സീരീസ് കപ്പാസിറ്റർ. സ്വിച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്, രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതിനുള്ള ഇടയിലുള്ള ആംഗിളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് തൈരിസ്റ്റർ കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാംസ് തന്നെ നമുക്ക് മതിയാവും. ഇവിടെ തൈരിസ്റ്റർ കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചല്ലോ. ഇത് കൺട്രോൾഡ് എന്നുള്ള വാക്ക് വരാൻ കാരണം നമുക്കിതിൽ ഫയറിംഗ് ആംഗിൾ നമുക്ക് ഓരോ ആംഗിളായിട്ട് വേരി ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ തൈരിസ്റ്റർ സ്വിച്ച്ഡ് സീരീസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒന്നെങ്കിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെദർ വി ക്യാൻ ഓൺ ഓർ ഓഫ്, ഈ രണ്ട് കാര്യം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെയാണ് തൈരിസ്റ്റർ സ്വിച്ച്ഡ് സീരീസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഡയഗ്രാമിൽ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ ഒരു കപ്പാസിറ്റർ, വീണ്ടും ഒരു ഇൻഡക്ടർ വരുന്നു, ഇവിടെ ഒരു ആൻറ്റി പാരലലി നമ്മൾ SCR കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് മാത്രമാണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, ഇതേ ഡയഗ്രാം ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേ ഡയഗ്രാം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വർക്കിങ്ങും അതേപോലെ തന്നെയാണ്, ഓൺ ഓഫ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമാണ്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ. ഓക്കെ, ഇതിൻ്റെ ആദ്യം ഡയഗ്രാം നോക്കാം. ഡയഗ്രാമിൽ നമുക്കിവിടെ എന്തൊക്കെയുള്ളത്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് VS ഉണ്ട്, നമുക്കിവിടെ ഒരു ലോഡ് ഉണ്ട്, ഒരു കൺവേർട്ടർ ഉണ്ട്, ഒരു സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ലൈൻ ഇംപിഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആദ്യം ബേസിക് ആയിട്ട് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. നമുക്കറിയാം ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, വോൾട്ടേജ് ഉണ്ട്, കറൻ്റ് ഉണ്ട്. അപ്പോൾ വോൾട്ടേജിനേക്കാൾ ഇഫ് ദ സപ്ലൈഡ് വോൾട്ടേജ് ലാഗ് ദി കറണ്ട്. ഓക്കെ, കറണ്ടിനേക്കാൾ വോൾട്ടേജ് ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് വിൽ ബി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അതായത് എന്താണ് പറയുന്നത്, അല്ല നേരെ തിരിച്ചാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ കപ്പാസിറ്റീവ് വാല്യൂ. ഓക്കെ, കപ്പാസിറ്റീവ് കോമ്പണൻറ്റ്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്നെങ്കിൽ ഇതിൽ ഇൻഡക്റ്റീവ് രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രീതിയിലുള്ള കോമ്പൻസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് കോമ്പൻസേറ്റർ ടെക്നിക് യൂസ്ഡ് ഇൻ ദ ട്രാൻസ്മിഷൻ സിസ്റ്റം. ദി പവർ ഫ്ലോ ത്രൂ ദ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് റെഗുലേറ്റ്ലി കൺട്രോൾഡ് ബൈ ദി ഇക്വലന്റ് ഇംപിഡൻസ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ഇംപിഡൻസ് വാല്യൂവിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ സീരീസ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സീരീസ് കോമ്പൻസേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് SSSC ഈസ് ഫുള്ളി കൺട്രോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലൈൻ കറണ്ട്. അപ്പോൾ ഇതിവിടെ ഈ SSSയിൽ നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യണം, ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഏത് ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുക അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ കൺട്രോൾ ദ ഇംപിഡൻസ് ഓഫ് ദി ലൈൻ.
ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കൺസിഡർ ദ സ്റ്റാറ്റിക് സിംബിൾസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ട്രാൻസ്മിഷൻ ലൈൻ. സീരീസ് ലൈനിൽ നമുക്ക് കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് ഇപ്പോൾ ഒന്നെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ വോൾട്ടേജ് കുറയ്ക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് സപ്ലൈഡ് വോൾട്ടേജ് ലീഡ് ദി കറന്റ്, ഓക്കെ, സപ്ലൈഡ് വോൾട്ടേജ് ലീഡ് ദി കറന്റ്, ഇറ്റ് വിൽ ബി കപ്പാസിറ്റി കോമ്പണന്റ്. നമുക്കറിയാം ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻസ് നമുക്കറിയാം. അപ്പോൾ ഇത് സപ്ലൈഡ് വോൾട്ടേജ് ലീഡ് ദി കറന്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് വിൽ ബി കപ്പാസിറ്റി കോമ്പൻസേഷൻ. ഇത് സപ്ലൈഡ് വോൾട്ടേജ് ലാഗ്, ഇറ്റ് വിൽ ബി പ്രൊവൈഡ് ദി ഇൻഡക്റ്റീവ് കോമ്പൻസേഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസാണ് SSC എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് സിൻക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ. ഓക്കെ, SVC എന്നാണ് നമ്മളിതിൽ പറയുക. ഇതിൽ ഒരു ഫിക്സഡ് കപ്പാസിറ്റർ നമുക്ക് ഷണ്ട് രൂപത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് ആ ഷണ്ട് കപ്പാസിറ്റർ എങ്ങനെ വാല്യൂ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആൻറ്റി പാരലലി നമുക്ക് 2 SCRs കണക്ട് ചെയ്തിട്ടുണ്ട്. ആ SCRകളാണ് വാല്യൂസിന് ഡിസൈഡ് ചെയ്യുക. അതിനൊരു ഇൻഡക്ടറും കൊടുത്തിട്ടുണ്ടാകും, ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിക്സഡ് കപ്പാസിറ്ററിന് വാല്യൂ എത്ര പോകണമെന്ന് തീരുമാനിക്കുന്ന ആരാന്ന് പറഞ്ഞു, ഈ 2 SCR ആണെന്ന് പറഞ്ഞു. സോ SCRലെ ഫയറിംഗ് ആംഗിൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കോമ്പൻസേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് വാർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനും വോൾട്ടേജ് റെഗുലേഷൻസ് ചെയ്യാനും ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാനും ട്രാൻസ്മിഷൻ ലൈൻ്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് നമ്മൾ SVC ഉപയോഗിക്കും. അപ്പോൾ SVCയുടെ ബേസിക് ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത് തൈരിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് ഒരു കപ്പാസിറ്ററാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൈരിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടറാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൺട്രോൾ റിയാക്ടർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി തൈരിസ്റ്റർ ബാർ. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സീരീസ് വെച്ചത് തൈരിസ്റ്റർ സ്വിച്ച് ആൻറ്റി പാരലലി കണക്ട് ചെയ്തിരിക്കുന്ന ഇതിൽ നമ്മൾ സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ദിസ് തൈരിസ്റ്റർ കണ്ടക്ട് ആൾട്ടർനേറ്റ് ഹാഫ് സൈക്കിൾ ഓഫ് ദി പവർ സപ്ലൈ. നമുക്കറിയാം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഓരോ വൈസായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നു. ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ദി തൈരിസ്റ്റർ. അപ്പോൾ നമുക്ക് എത്ര ഫയറിംഗ് ആംഗിളിലാണ് അല്ലെങ്കിൽ ആ തൈരിസ്റ്റർ എങ്ങനെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ഫയറിംഗ് ആംഗിൾ ഓഫ് ദി തൈരിസ്റ്റർ ആണ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക തൈരിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ തൈരിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ. ഓക്കെ, തൈരിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അതേ ഡയഗ്രാമിൽ നേരത്തെ അവിടുത്തെ ഇൻഡക്ടർ ഉപയോഗിച്ച സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, നേരത്തെ പഠിച്ച TCRൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഇൻഡക്ടറിന് പകരം കപ്പാസിറ്റർ നമ്മൾ മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഡ്യൂറിംഗ് ദി ഹെവി ലോഡ് കണ്ടീഷൻ ദ റിയാക്റ്റീവ് പവർ ഡിമാൻഡ് ഇൻക്രീസസ്. ലോഡ് കണ്ടീഷൻ കൂടുന്തോറും റിയാക്റ്റീവ് പവറിൻ്റെ വാല്യൂ നമുക്ക് കൂടും. അപ്പോൾ ഇൻ ദിസ് കണ്ടീഷൻ തൈരിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഈസ് യൂസ്ഫുൾ ടു ഫുൾഫിൽ ദ ഡിമാൻഡ് ഓഫ് റിയാക്റ്റീവ് പവർ. അപ്പോൾ അവിടെ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ റിയാക്റ്റീവ് പവറിൻ്റെ ഡിമാൻഡ്സ് കൂടുന്നത് അവിടെ നമുക്ക് കൂടുതലായിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ TSC ഉപയോഗിക്കുന്നു, തൈരിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ. ഇനി അതേപോലെ തൈരിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ. ഓക്കെ, തൈരിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ, ഇത് തൈരിസ്റ്റർ സ്വിച്ച്ഡ് റിയാക്ടർ. നേരത്തെ ഇവിടെ നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിച്ച് ഇനി ഇവിടെ റിയാക്ടർ ഇൻഡക്ടർ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണോ സെയിം ഇറ്റ് ഈസ് ലൈക്ക് എന്താണ് നമുക്ക് പറയുന്നത് നേരത്തെ കാണിച്ച അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. നമുക്ക് SCRൻ്റെ അല്ലെങ്കിൽ തൈരിസ്റ്റർ ഉപയോഗിക്കുന്നതിൻ്റെ കണ്ടക്ഷൻ്റെ ഫയറിംഗ് ആംഗിൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഡിവൈസസ് മാറ്റാം അല്ലെങ്കിൽ കൺട്രോളബിലിറ്റി മാറ്റാം. ഇനി അടുത്ത് വരുന്നത് സ്റ്റാറ്റ്കോം ആണ് വരുന്നത്. അപ്പോൾ സ്റ്റാറ്റ്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റാറ്റ്കോം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റ്കോമിൽ നമുക്ക് അതിൻ്റെ ഡയഗ്രാം ആദ്യം നോക്കാം. സ്റ്റാറ്റ്കോമിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കപ്പാസിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് സോഴ്സിനാണെങ്കിൽ ഒരു ഇൻഡക്ടർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വോൾട്ടേജ് സോഴ്സും ഇത് കറണ്ട് സോഴ്സും സ്റ്റാറ്റ്കോമും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ നേരെ മുകളിൽ നമുക്കൊരു ബേസിക് തൈരിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻ ഉണ്ട്, മേലെ ഒരു കപ്ലിംഗ് ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടുത്തെ ഒരു
തൈരിസ്റ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്ലിംഗ് ട്രാൻസ്ഫോമറാണ് നമുക്കുള്ളത്, പിന്നെ ട്രാൻസ്മിഷൻ ലൈനും. അപ്പോൾ ഇതിൽ എന്തിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം, ഫാക്സ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മെയിൻലി യൂസ്ഡ് ഫോർ ടു സപ്ലൈ ഓർ അബ്സോർബ് ദി റിയാക്റ്റീവ് പവർ ആണ് നമ്മൾ കുറേ നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റ്കോം എവിടെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസ്മിഷൻ വിച്ച് ഹാസ് ലോ പവർ ഫാക്ടർ ആൻഡ് പുവർ വോൾട്ടേജ് റെഗുലേഷൻസിലുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്റ്റാറ്റ്കോം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്റ്റാറ്റ്കോം ആണ് ഇറ്റ് ഈസ് എ ബേസിക് കോമൺലി യൂസ്ഡ് ഡിവൈസ് ടു ഇംപ്രൂവ് ദി വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഇൻ ദി പവർ സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ചാർജ്ഡ് കപ്പാസിറ്റർ, നമ്മൾ താഴത്തപ്പോഴേ കണ്ടു. ഇറ്റ് ഹാസ് എ ചാർജ്ഡ് കപ്പാസിറ്റർ ഉണ്ട്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു 3-phase AC വോൾട്ടേജ് as output by using a voltage controlled inverter. വോൾട്ടേജ് കൺട്രോൾഡ് ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 ഫേസിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. ദി ഔട്ട്പുട്ട് ഓഫ് ദി ഇൻവെർട്ടർ ഈസ് കണക്റ്റഡ് വിത്ത് എൻ AC പവർ ഓഫ് എ പവർ സിസ്റ്റം. ദ ഇൻവെർട്ടർ ഈസ് ഷണ്ട് കണക്ഷൻ വിത്ത് ട്രാൻസ്മിഷൻ ലൈൻ ബൈ യൂസിങ് എ കപ്ലിംഗ് ട്രാൻസ്ഫോമർ. ഇവിടെ നമ്മൾ 3 ഫേസിൻ്റെ തൈരിസ്റ്റ് കണക്ട് ചെയ്തു. ഇവിടെ നമ്മളൊരു കപ്ലിംഗ് ട്രാൻസ്ഫോമർ വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ വരുന്നു. അപ്പോൾ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യാനും നമുക്ക് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റാറ്റ്കോം ഉപയോഗിക്കാൻ പറ്റും. സ്റ്റാറ്റ്കോമിൻ്റെ ബേസിക് ഡയഗ്രാം ഇത് തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇൻ്റർലൈൻ പവർ ഫ്ലോ കൺട്രോളർ. കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻ്റർലൈൻ പവർ ഫ്ലോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറിയാം, ഇവിടെ 3 ലൈൻ ഉണ്ട്. ലൈൻ 1, ലൈൻ 2, ലൈൻ 3 ഉണ്ട്. അപ്പോൾ 3ലേക്കും നമ്മൾ കോമൺ ആയിട്ട് ഒരു DC ബസ് ഉണ്ടാവും. ഇതിലൊരു ഓരോ ലൈനിലേക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കൺവേർട്ടേഴ്സ് ഉപയോഗിച്ച് ഓരോ ലൈനിൻ്റെ പാരാമീറ്റേഴ്സും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ DC ബസ്സിൻ്റെ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിവൈസ് ട്രാൻസ്മിഷൻ ലൈൻ അറ്റ് എ ടൈം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് IPFC എന്ന് പറയുന്നത്. UPFC എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ നമുക്കിവിടെ ഉണ്ടാവും. ഇവിടെ ഒരു തൈരിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവും, ഇവിടെ ഒരു തൈരിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവും, ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും, ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരെണ്ണം നോക്കുമ്പോൾ നമുക്ക് സീരീസിലും നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റാറ്റ്കോം ആൻഡ് SSC. സ്റ്റാറ്റ്കോം ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ ഉണ്ടാവും. ആ ചാർജ്ഡ് കപ്പാസിറ്ററിലൂടെ നമുക്ക് ഇൻഡക്ടറിലൂടെ കപ്ലിംഗ് ട്രാൻസ്ഫോമറിലൂടെ നമുക്ക് ഒന്നുകിൽ ഏത് സപ്ലൈ ഓർ അബ്സോർബ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് UPFC എന്ന് പറയുന്നത്. To produce current, it is use pair of 3-phase controllable bridges and current is injected in the transmission line using the transformer. It is used to improve the voltage stability, power angles stability, damping of the system. പിന്നെ ഈ ഡിവൈസ് എന്ത് ചെയ്യും, റിയൽ പവർ, റിയാക്റ്റീവ് പവർ, ആക്റ്റീവ് പവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും. അബ്നോർമൽ കണ്ടീഷനിൽ UPFC വർക്ക് ചെയ്യില്ല. ഇറ്റ് ഈസ് ഓൺലി വർക്ക് ആൻഡ് ബാലൻസ്ഡ് സൈൻ വേവ് സോഴ്സിൽ മാത്രമേ നമുക്ക് UPFC വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു സപ്രസ് ദി ഓസിലേഷൻ ഇൻ ദ പവർ സിസ്റ്റം. പവർ സിസ്റ്റത്തിലെ ഓസിലേഷൻസ് നമുക്ക് സപ്രസ് ചെയ്യാനും ട്രാൻസ്മിഷൻ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ക്ലാസ്സിൻ്റെ ടോപ്പിക്. താങ്ക് യു.